ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നാ പിന്നെ നേരെ കത്തനാർ പള്ളി. അല്ല, അവിടെ ചെന്നാലും സാർ അധികം നേരം നിൽക്കുന്നില്ലല്ലോ അല്ലേ? 10:30 മീറ്റിംഗ് ഉള്ളതാ. അതെന്റെ ഓർമ്മയിലുണ്ട്. താൻ വണ്ടി വിട്ടു. ശരി സാർ. അവള് ചത്തതുമില്ല, ഞാനാണെങ്കിൽ ഇവിടെ ജീവൻ വേണ്ടി പെടഞ്ഞോണ്ടിരിക്കുക. എല്ലാം ശരിയാവോ അമ്മ? അമ്മ കുറച്ച് സഹിക്കേ. കുറച്ച് ഞാനങ്ങ് സഹിച്ചു കഴിഞ്ഞാ പിന്നെ ബാക്കി നീ അങ്ങ് സഹിച്ചോളൂ അല്ലേ? അവളെ പറച്ചില് കേട്ടില്ലേ? എന്റെ നിർമ്മലെ, എത്രയും പെട്ടെന്ന് രോഗം ഭേദമായി നമുക്ക് കളരിക്കലേക്ക് തിരിച്ചു പോണം. അല്ലാതെ അവര് ഈ സംഭവം അറിഞ്ഞാലേ വേറെ ആര് കേസ് കൊടുക്കണ്ട, അവര് തന്നെ കൊടുത്തോളും. അത് നീ ഓർത്തോ? ഞാനീ കിടപ്പ് കിടക്കുന്നുണ്ടല്ലേ എന്നെ ഭീഷണിപ്പെടുത്തുന്നേ. ഞാനിവിടെ നടുവ് നിർത്തി ഒന്ന് എഴുന്നേറ്റോട്ടെ, കാണിച്ചു തരാനാണ്. കണ്ണൊന്നും നുള്ളി തുറന്ന് ബോധം വന്നപ്പോ തന്നെ അപ്പോഴേ ആലോചിക്കുകയാണ് എന്നെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ. അമ്മ അമ്മ ഉറങ്ങിക്കോ, അതാ നല്ലത്. ഇത്ര നേരം ഉറങ്ങുമായിരുന്നല്ലോ, ഇനിയും കിടന്ന് ഉറങ്ങിക്കോളാൻ. കുറച്ചു കഴിയുമ്പോ ചത്തോളാനും പറയും. എനിക്കെല്ലാരും മനസ്സിലാവുന്നുണ്ട്. എന്റെ രമേശ, രാവിലെ തമ്മിൽ കാണാന്ന് പറഞ്ഞതല്ലേ നീ? ഇന്ന് ഇത്തിരി കച്ചവടം നടക്കുന്ന ദിവസാ. നിന്നെയും കാത്ത് ഇവിടെ നിന്ന് അത് പോവില്ലേ? എടാ, എനിക്ക് ഇന്ന് തന്നെ ആവശ്യമുള്ളതുകൊണ്ടാ. ഒരു കാര്യം ചെയ്യ്, ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. ഇനി ഇപ്പൊ കാണാതെ പോയാ നീ അതും പറഞ്ഞ് 1-2 ആഴ്ച വൈകിക്കും. ശരി, ഓക്കെ. എന്തുറ്റി ഗോപാലമാമ? എന്റെ മോളെ, ഈ ആഴ്ചയടവിന് പൈസ എടുത്ത് തരുന്ന ഒരുത്തനുണ്ടല്ലോ, രമേശൻ. ഞങ്ങൾ തമ്മിൽ സ്ഥിര ഇടപാടുള്ളതാ. അവനോട് കുറച്ച് കാശ് വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. മിനിങ്ങാന്ന് തരാം, ഇന്നലെ തരാം, ഇന്ന് തരാം. ഈ നേരം എന്ന് പറയുന്നതല്ലാതെ ഇത്രയും നേരമായിട്ട് അവനെ കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ദേ പറയുന്നു കുറച്ച് കഴിയുമ്പോ ഇങ്ങോട്ട് വരാന്ന്. അതിനെന്താ, നമ്മളിവിടെ നിക്കല്ലേ? എന്റെ മോളെ, ഇവിടുന്ന് ഒരു 5-6 കിലോമീറ്റർ അപ്പുറത്ത് ഒരു കത്തനാരുപള്ളിയുണ്ട്. അവിടെ നിന്ന് ആള് കൂടുന്ന ദിവസാ. അവിടെ പോയാൽ കാര്യമായിട്ട് കുറച്ച് ടിക്കറ്റ് വിൽക്കാം. ഇവനെയും കാത്ത് ഇവിടെ നിന്നാ അത് നടക്കില്ല. അല്ല, അതെ, ഈ പറഞ്ഞ കത്തനാർ പള്ളി സിറ്റിക്ക് അകത്ത് തന്നെയാണോ? അല്ല, ഇവിടുന്ന് ബസ്സിൽ പോകേണ്ടി വരും. എന്നാ ഞാൻ പോട്ടെ ഗോപാലമാമ. ഗോപാലമാമ ഇവിടെ നിന്നിട്ട് അയാളെ കണ്ട് പണം വാങ്ങിച്ചോ. മോക്ക് ഒരു പരിചയമില്ലാത്ത സ്ഥലമല്ലേ? ലോട്ടറി വിൽക്കാൻ എന്തിനാ ഗോപാലമാമ പ്രത്യേകിച്ച് പരിചയം? അല്ലെങ്കിൽ തന്നെ ഇതുവരെ ടിക്കറ്റ് കൊടുത്ത ആരെങ്കിലും എനിക്ക് പരിചയമുണ്ടോ? അതാവുമ്പോ സിറ്റിന്ന് ദൂരെയല്ലേ, നമുക്ക് ആരെയും പേടിക്കാതെ നിക്കാലോ. എന്നാലും അത് വേണോ മോളെ? മോള് തനിച്ചവിടെ വരെ? എന്റെ ഗോപാലമാമ, എന്തായാലും നനഞ്ഞിറങ്ങി. ഇനി കുളിച്ചു കയറുമെന്ന് പറയില്ലേ, അതുപോലെ തന്നെയുള്ളൂ. നമുക്കേ 2 പേർക്കും ഈ ടിക്കറ്റ് വിൽക്കാം. 10 കൂടുതൽ വിൽക്കാനേ സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോവാ, വിൽക്ക. പിന്നെ 6 കിലോമീറ്റർ ബസ്സിൽ യാത്ര ചെയ്യുന്നതോർത്ത് ഗോപാലമാമ പേടിക്കൊന്നും വേണ്ട. ഈ നാട്ടിൽ വന്നിട്ടല്ലേ ഞാനൊന്ന് ചിറകൊതുക്കി ഇരുന്നത്. എന്റെ നാട്ടില് ഞാൻ പറന്ന് നടന്നിരുന്നതാ. അതൊക്കെ മാമനറിയാം. നിന്റെ മനസ്സ് നേരെയായിരുന്നെങ്കിൽ പൊയ്ക്കോന്ന് ഞാൻ പറഞ്ഞേനെ. ഗോപാലമാമ ഇപ്പൊ എന്നെ ഒന്ന് നോക്കിയേ. എനിക്കിപ്പോ എന്തേലും കുഴപ്പമുണ്ടോ? എന്റെ ഗോപാലമാമ, ഒരു 10-100 ടിക്കറ്റ് ചെലവാവെങ്കില് അത് വലിയൊരു കാര്യമല്ലേ? നമുക്ക് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്തൂടെ? ഗോപാലമാമ, ഞാൻ പറയുന്നത് കേട്ടെ. ഞാൻ പോയിട്ട് വരാം. അയാള് വന്ന് പെട്ടെന്ന് കാശ് കിട്ടുന്നെങ്കിലേ ഗോപാലമാമ അങ്ങോട്ട് വന്നാ മതി. എന്നാ പിന്നെ അങ്ങനെ ചെയ്യല്ലേ? ഇവൻ എപ്പോഴാ വരികയെന്ന് അറിയേയില്ല. അയാള് വന്നിട്ട് ഗോപാലമാമ വന്നാ മതി. എന്റെ മോളെ, അതെ, പറഞ്ഞോണ്ട് നിന്നാലേ ഈ സംശയം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഞാൻ ഏതായാലും പോവാൻ തീരുമാനിച്ചു. പ്രശ്നം തീർന്നല്ലോ. ഏത് ഭാഗത്തേക്ക് ഞാൻ ബസ് കയറണ്ടേ? എന്നാ പിന്നെ മോള് വാ, നിന്നെ ഞാൻ ബസ് കയറ്റി വിടാം. വാ, എന്നിട്ട് വൈകാതെ തന്നെ ഗോപാലമ്മ അങ്ങോട്ട് വരാൻ കേട്ടോ. ഓക്കെ, വാ. വാ. എന്റെ പൊന്ന് സാറേ, ഈ വലിയ ഭൂമുണ്ടാകുന്ന നാട്ടിലെ അത് കഴിഞ്ഞ് ജീവിത സാഹചര്യം എത്ര മെച്ചപ്പെട്ടാലും ആളുകളുടെ മനസ്സിൽ ഉള്ള പേടികളൊക്കെ പോകാനായിട്ട് കുറച്ചു കാലം പിടിക്കും. അതുപോലെ തന്നെയാണ് കളരിക്കലെ കാര്യങ്ങളും. ചെറിയ സംഭവം വല്ലാണോ കഴിഞ്ഞത്, ആ ഒരു ഷോക്ക് എല്ലാവരും ബാക്കി കിടക്കും. പിന്നെ ഗാഥമാണത്തിന് അത് ഇത്തിരി കൂടുതലായിരിക്കും. അതോർത്ത് സാറ് വിഷമിക്കൊന്നും വേണ്ടെന്നേ.
ഞാൻ അതോർത്തിരിക്കുകയാണ് തന്റെ അടുത്താരാ പറഞ്ഞ. സാറിന്റെ മോൻ കണ്ട അറിഞ്ഞൂടെ? ഇതൊക്കെ ഒന്ന് ഫ്രഷ് ആകുന്ന സമയം കൊണ്ട് നിങ്ങൾ തീരും സാറേ. ആ ഓ എന്തുപറ്റി? ആ? സാറേ, നമ്മുടെ കത്തനാര് പള്ളിയുടെ അടുത്തേ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഇല്ലേ? ഇന്ന് അതിന്റെ മെയിൻ വാർപ്പ് നടക്കുന്ന ദിവസമാണ്. അവിടെ ഒന്ന് തല കാണിക്കണമെന്ന് വിചാരിച്ചിറങ്ങിയതാ, പക്ഷെ മറന്നുപോയി. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം, ഞാൻ സാറിന് ഓഫീസിൽ ഇറക്കിട്ടെ നേരെ അങ്ങോട്ട് പോവാം. അവിടെയെല്ലാം ഓക്കെയാണ്, എന്നാലും നമ്മുടെ ഒരു പ്രസൻസ് അവിടെ വേണ്ടേ? എടോ, എന്നാ പിന്നെ നമുക്ക് ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് പോവാടോ. ഓ, അത് വേണ്ട സാറേ. സാറിന് ഓഫീസിൽ പണിയില്ലേ? മാത്രമല്ല ഓഫീസ് ജോലി പെട്ടെന്ന് ഒതുക്കിയിട്ട് സാറിന് നേരത്തെ പോകും വേണ്ടേ? അത് സാരമില്ല, ഒരു 10 മിനിറ്റിന്റെ കാര്യമല്ലേ ഉള്ളൂ. സാറ് നേരിട്ട് വരിക എന്ന് പറഞ്ഞാൽ അതിലും വലിയ കാര്യമൊന്നുമില്ല. ഞാൻ ചെന്ന് നിൽക്കുന്നതിന്റെ 100 ഇരട്ടിയാ സാറ് വന്നാൽ. എന്നാ പിന്നെ പോയാലോ? താൻ വണ്ടി തിരിക്കേ. കത്തനാർ പള്ളിയിൽ നിന്ന് ലെഫ്റ്റ് ആണോ അതോ റൈറ്റ് ആണോ? ലെഫ്റ്റ് ആണ് സാറേ. നമ്മൾ ആദ്യം പോയപ്പോ സാറല്ലേ വണ്ടി ഓടിച്ചത്, ഓർക്കുന്നില്ലേ? ഓർക്കുന്നുണ്ട്. എന്നാ പിന്നെ നേരെ കത്തനാർ പള്ളി. ആ, അല്ല അവിടെ ചെന്നാലും സാർ അധികം നേരം നിൽക്കുന്നില്ലല്ലോ അല്ലേ? 10:30 മീറ്റിംഗ് ഉള്ളതാ. അതെന്റെ ഓർമ്മയിലുണ്ട്. താൻ വണ്ടി വിട്ടു. ശരി സാർ. ഞാൻ മുമ്പ് കുറെ എടുത്തിട്ടുള്ള വെച്ചേ, പോക്കറ്റ് കാലിയായി തുടങ്ങിയപ്പോ നിർത്തി. ഇതൊന്നും നടക്കൂല. അയ്യോ, അങ്ങനെ വിചാരിക്കല്ലേ ഏട്ടാ. ഭാഗ്യം എല്ലാ ദിവസവും വന്ന് നമ്മുടെ തലയ്ക്ക് മുകളില് നിക്കൊന്നുമില്ലല്ലോ. വല്ലപ്പോഴും ഒരിക്കല് ഒരു വരവങ്ങ് വരും. ആ വരുന്ന ദിവസം ഇന്നാണെങ്കിലോ? അത്രേ ഉള്ളൂ ഇതിലെ ചോദ്യം. ഒരെണ്ണ എടുക്ക. ആ, ചേട്ടന് ഒരെണ്ണം വാങ്ങിച്ചോ. നിർബന്ധമായിട്ട് അടിക്കുന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഒരു ലോട്ടറി എടുത്ത് മടക്കി പോക്കറ്റിൽ വെച്ചാലേ ഒന്നുമില്ലെങ്കിലും നല്ല കുറച്ച് സ്വപ്നങ്ങളൊക്കെ കണ്ടൂടെ? നമ്മളെപ്പോലെയുള്ള പാവങ്ങൾക്ക് സ്വപ്നം കാണാൻ ഒരു കാരണമൊക്കെ വേണ്ടേ? ഈ കൊച്ചു വിടൂലെന്നാ തോന്നുന്നേ. എന്നാ പിന്നെ എനിക്കും കൂടെ ഒരെണ്ണം എടുത്തോ. അപ്പൊ ചേട്ടന്മാരെ ഓക്കെ. ആയിക്കോട്ടെ, ഇതെങ്ങനെ അടിക്കോടാ.